أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ഇഖ്ലാസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒൻപതാമത്തെ ഹദീസ്. വഅൻ അബീ ബക്രത നുഫൈഇ ബിനിൽ ഹാരിസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന്നന്റെ അമല് ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫ്ഉമാണ് ചെയ്യുക. ഇവിടെ ഇസ്മ് നബിയ എന്നാണ്. ഇതിൻ്റെ ഖബർ ഖാല എന്നുള്ള ഫീലാണ് കേട്ടോ. ഫീലും ഫായിലും കൂടിയതാണ്. അപ്പോൾ ഫീല് ആയി വരുന്ന ജുംലയായിട്ട് വരുന്ന സമയത്ത് റഫ് നമ്മൾ കാണൂല. അപ്പോൾ ഇന്ന സൈദൻ ഖായിമുൻ എന്ന് പറയുമ്പോൾ ഖായിമുൻ എന്നുള്ളതിൽ റഫ് കാണുന്നുണ്ട്. അത് മുഫ്രദായ പദമാണ്, ഒറ്റപ്പദമാണ്. എന്നാൽ ഖാല എന്ന് പറഞ്ഞാൽ അതൊരു ജുംലയാണ്. ഫിഅലും ഉണ്ട്, അതിലൊരു ഫായിലും ഉണ്ട്. അത് കൂടിയ ജുംലയാണ് ഈ അന്നൻ്റെ ഖബർ. മുബത്തദ ഒരു ഇസ്മായിട്ട് വരും, ഇസ്മുകൾ അങ്ങനെ ഇസ്മായിട്ട് വരും. പക്ഷെ ഖബർ ചിലപ്പോൾ ഒരു ഇസ്മാവും, ചിലപ്പോൾ ഒരു ജുംലയാകും, ചിലപ്പോൾ ജാറ് മജ്റൂറാവും. അങ്ങനെയൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി, രണ്ട് വിശ്വാസികൾ പോരാടിയാൽ, ബിസൈഫൈഹിമ, രണ്ടുപേരും വാളെടുത്തുകൊണ്ട് പരസ്പരം പോരാടിയാൽ, ഒരാൾ കൊല്ലപ്പെടും, ഒരാൾ കൊല്ലും, മറ്റാളെ കൊല്ലും. അപ്പോൾ വാളെടുത്തുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടി എന്നാൽ ഫൽ ഖാത്തിലു, കൊന്നവനും, വൽ മഖ്തൂലു, കൊല്ലപ്പെട്ടവനും, ഫിന്നാർ, നരകത്തിലാണ്. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹാദൽ ഖാത്തിലു, കൊന്നവൻ ശരിയാണ്, അവൻ കൊന്നവനാണ് എന്നുള്ള നിലക്ക് അവൻ നരകത്തിലാണ്. എന്നാൽ ഫമാ, എന്താണ്, ബാലുൽ മഖ്തൂലി, കൊല്ലപ്പെട്ടവൻ്റെ കാര്യം? കൊല്ലപ്പെട്ടവന് എങ്ങനെയാണ്? ഓന് കൊല്ലപ്പെട്ടതല്ലേ, മറ്റുള്ളവന് ഓനെ കൊന്നതല്ലേ. അവനെങ്ങനെ നരകത്തിലാവുക? കൊന്നവനെ നമുക്ക് നരകത്തിൽ കടക്കും എന്ന് നമുക്ക് പറയാം. കൊല്ലപ്പെട്ടവന്റെ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അവസ്ഥ, കൊല്ലപ്പെട്ടവന്റെ അവസ്ഥ എന്താണ്? അത് ഓന് ജീവൻ പോയല്ലോ, അവനും നരകത്തിലാകുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ എന്ന അർത്ഥത്തിൽ ചോദിച്ചു. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു, കൊല്ലപ്പെട്ടവൻ തീർച്ചയായും, കാന ഹരീസൻ, അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു, അലാ ഖത്ലി സ്വാഹിബിഹി, അവനോട് യുദ്ധം ചെയ്ത ആളെ കൊല്ലാൻ അവൻ്റെ ആഗ്രഹം ശക്തമായിരുന്നു. എന്നോട് പോരാടുന്ന മുസ്ലിമായ വിശ്വാസിയായ അദ്ദേഹത്തെ കൊല്ലണം എന്ന് അവൻ്റെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ മനസ്സിലുണ്ട ആഗ്രഹമായിരുന്നു. എന്തോ ഒരു ദൗർഭാഗ്യമകരമെന്ന് പറയട്ടെ, അതിന് പറ്റിയില്ല. അപ്പോൾ നിയ്യത്ത്, അവൻ്റെ മനസ്സിലെന്തുണ്ട്? മറ്റുള്ളവനെ കൊല്ലണം എന്ന് ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനും നരകത്തിലാണ്.
ഓക്കെ, ക്ലിയർ അല്ലേ? മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഇവിടെ വേറൊരു ഡൗട്ട്, അവന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, തെറ്റായ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അവനത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതൊന്ന് വിട്ടു നിന്നാൽ അവനൊരു നന്മ ചെയ്ത കൂലി കിട്ടും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, അതിനുള്ള അവസരം ഒത്തു വന്നില്ല, അപ്പോൾ തന്നെ അവന് കൂലി കിട്ടും. അത് ചെയ്താൽ 10 മുതൽ മുകളിലേക്ക് കൂലി കിട്ടും എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്തില്ല എങ്കിൽ ഒരു കൂലി കിട്ടും. ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ പൊറുക്കലിനെ തേടുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യും. പൊറുക്കലിനെ തേടുന്നുമില്ല, തൗബ ചെയ്യുന്നുമില്ല എങ്കിൽ അതൊരു കുറ്റമായി മലക്കുകൾ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവൻ്റെ മനസ്സിൽ മറ്റുള്ളവനെ എന്ത് ചെയ്യണം, കൊല്ലണം എന്ന് ഉറച്ച തീരുമാനത്തോടുകൂടെ പോരടിക്കുകയാണ്. അപ്പോൾ ഇവന് മറ്റവരെ കൊല്ലാൻ വേണ്ടി വാളോങ്ങിയപ്പോൾ എന്തോ ഒരു കഷ്ടകാലം, അവൻ്റെ ഒരു കഷ്ടകാലത്തിന് മറ്റവനത് മാറി ഒന്ന് തിരിച്ചു വെട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ടവനും എന്തായത്, നരകത്തിലായത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 10. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة الرجل في جماعة تزيد على صلاته في بيته وصلاته في سوقه بضعا وعشرين درجة. സ്വലാത്തുർ റജുലി, ഒരു പുരുഷൻ നിസ്കരിക്കൽ, ഫി ജമാഅത്തിൻ, ജമാഅത്തിലായി നിസ്കരിക്കൽ, സംഘം ചേർന്ന് നിസ്കരിക്കൽ, തസീദു, അത് വർദ്ധിപ്പിക്കും, അലാ സ്വലാത്തിഹി ഫി ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ വെച്ച് അവൻ നിസ്കരിക്കുന്നതിനേക്കാൾ, വ സ്വലാത്തിഹി ഫി സൂഖിഹി, അവൻ അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ. അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുക, വീട്ടിൽ വെച്ച് നിസ്കരിക്കുക, അതിനേക്കാളും പ്രതിഫലം ജമാഅത്തായി നിസ്കരിക്കുന്ന വ്യക്തിക്ക് കിട്ടും. എത്രത്തോളം വർദ്ധിക്കുന്നറിയോ? ബിൽഅൻ വ ഇശ്രീന, 20 ചില്ലാനും ഇരട്ടി വർദ്ധിക്കും. ദറജത്തൻ, ഇരട്ടി. 20 3 മുതൽ 9 വരെയുള്ള ഇതിനേക്കാണ് ചില്ലറ എന്ന് പറയാം. 3 മുതൽ 9, അപ്പോൾ 20 ചില്ലാനും 27 എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസിൽ, ഈ റിവായത്തിൽ ഇങ്ങനെയാണ്. അത് എതിരല്ലല്ലോ, ചില്ലറ എന്ന് 20 ചില്ലറ എന്ന് പറയുമ്പോൾ 27 അതിൽ വരുമല്ലോ. അപ്പോൾ 20 ചില്ലാനും ഇരട്ടി നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അവന് ലഭിക്കും. വദാലിക, എന്താണത്, എങ്ങനെയാണത് കിട്ടുക? അതിന് കാരണം അത് അന്ന അഹദഹും, അവരിൽ ഒരാൾ, ഇദാ തവദ്ദഅ, അവൻ വുളൂഅ് ചെയ്താൽ, അവൻ വുളൂഅ് ചെയ്യാണ്, ഫഅഹ്സനൽ വുളൂഅ, അവൻ വുളൂഇനെ ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്യുന്നു, ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ. ഫർള് മാത്രം എടുക്കുകയോ ഒന്നുമല്ല, സുന്നത്തുകൾ തന്നെ പൂർണ്ണമായ രൂപത്തിൽ വുളൂഅ് ചെയ്യുന്നു. സുമ്മ അത്തൽ മസ്ജിദ, പിന്നീട് അവൻ പള്ളിയിൽ എത്തുന്നു. വുളൂഅ് എടുത്ത് പൂർണ്ണമായ രൂപത്തിൽ വുളൂഅ് എടുത്ത് പള്ളിയിലെത്തുന്നു. ലാ യൻഹസുഹു, അവനെ പുറത്തിറക്കിയിട്ടില്ല, അവനെ പുറത്തിറക്കിയിട്ടില്ല, ഇല്ല സ്വലാത്തു, നിസ്കാരമല്ലാതെ. നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ പുറത്തു പോകുന്നത്. സാധനം വാങ്ങാൻ പോകുന്നുണ്ട്,
കൂട്ടത്തിൽ നിസ്കരിച്ചും വരാം എന്നല്ല, നിസ്കരിക്കാൻ വേണ്ടിയാണ് അവൻ പോണത്. നിസ്കാരം കിട്ടണം, ജമാഅത്ത് കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ആണ് അവൻ പോകുന്നത്. ലാ യുരീദു ഇല്ല സ്വലാത്ത, അവൻ നിസ്കാരമല്ലാത്ത മറ്റൊന്നിനെയും അവൻ ഉദ്ദേശിക്കുന്നില്ല. മെയിൻ ഉദ്ദേശം എന്താണ്? നിസ്കാരം കിട്ടണം എന്നാണ്. നിസ്കരിച്ചു വരുന്ന സമയത്ത് പെണ്ണുങ്ങൾ വിളിച്ചു, കുറച്ച് പപ്പടം വാങ്ങണം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് വിളിച്ചു എന്ന് വെക്കുക, അത് വാങ്ങിക്കൊടുക്കും, അത് വാങ്ങിക്കൊണ്ടിരുന്നില്ല. അപ്പം അങ്ങനെ എന്തിനാ ഇപ്പോൾ പോണത്? നിസ്കരിക്കണം, ജമാഅത്തായിട്ട് ഇമാമിനോടുകൂടെ നിസ്കരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് അവൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾ ലം യഖ്തു, അവൻ ചവിട്ടടി വെക്കുന്നില്ല, ഖത്വതൻ, ഒരു ചവിട്ടടിയും വെക്കുന്നില്ല, ഇല്ലാ റുഫിഅ ലഹു, അവനക്ക് ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, ബിഹ, ആ ഒരൊറ്റ ചവിട്ടടി കാരണമായി, ദറജത്തൻ, ഒരു പദവി. ഇപ്പോൾ ഉദു എടുത്ത് പൂർണ്ണമായ രൂപത്തിൽ ഉദുവൊക്കെ എടുത്ത് നല്ല നെയ്യത്തൊക്കെ വെച്ച് പള്ളിക്ക് വേണ്ടി ജമാഅത്തിന് വേണ്ടി വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പദവി ഉയർത്തപ്പെടുകയാണ്. തീർന്നോ? വഹുത്ത അൻഹു, അവനെ തൊട്ട് പൊളിക്കപ്പെടുന്നു, ബിഹ, ആ ഒരൊറ്റ ചവിട്ടടി കാരണമായി, ഖതിഅത്തുൻ, ഒരു ദോഷം. ഒരു പദവി ഉയർത്തുകയും ഓരോ പാപങ്ങൾ എന്താവുകയും ചെയ്യുന്നു? പൊളിക്കപ്പെടുകയും പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. ഏത് വരെ എന്നറിയോ നിങ്ങൾ? ഹത്താ യദ്ഖുലൽ മസ്ജിദ, അവൻ പള്ളിയിലെത്തുന്നത് വരെ. പള്ളിയിലെത്തുന്നത് വരെ, അവൻ പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ അവൻ എത്ര ചവിട്ടടി വെക്കുന്നുവോ ആ ഓരോ ചവിട്ടടിക്കും അവൻ്റെ ഓരോ പദവി വർദ്ധിക്കുകയും ഓരോ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഫഇദാ ദഖലൽ മസ്ജിദ, അവനെങ്ങാനും പള്ളിയിലെത്തിയാൽ, പള്ളിയിൽ പ്രവേശിച്ചാൽ, ശ്രദ്ധിക്കണം കേട്ടോ, പള്ളിയിൽ പ്രവേശിച്ചാൽ, കാന ഫിസ്വലാത്തി, അവൻ നിസ്കാരത്തിലായിരിക്കുന്നു. നിസ്കാരം തുടങ്ങണ്ട, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളി പ്രവേശിച്ചാൽ തന്നെ നിസ്കാരത്തിലാണ്. ഏത് സമയം? ഏത് സമയം വരെ? മാ കാനത്തി സ്വലാത്തു, നിസ്കാരമാവുന്നത് വരെ. ഹിയ തഹ്ബിസുഹു, അവനെ പിടിച്ചു വെക്കുന്നു. നിസ്കാരം അവനെ എത്ര സമയം പിടിച്ചു വെക്കുന്നുവോ ആ സമയത്തെല്ലാം അവൻ നിസ്കാരത്തിലാണ്. നിസ്കരിച്ച കൂലി കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയാം, ളുഹുർ ബാങ്ക് 12:30 സങ്കല്പിക്കുക. ഒരു 12 മണിക്ക് നമ്മൾ ഉളുവൊക്കെ എടുത്തു, പൂർണ്ണമായ ഉളുവൊക്കെ എടുത്തു. ഒരു 12:15 നമ്മൾ പള്ളിയിലെത്തി. അപ്പോൾ പള്ളിയിലേക്ക് എത്തുന്ന 12 മണി മുതൽ ഉളുവൊക്കെ എടുത്ത് നടന്നു പോണ ഓരോ ചവിട്ടടിക്കും ഓരോ പദവിയും ഉയർത്തപ്പെടുകയും ഓരോ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ പള്ളിയിൽ പ്രവേശിച്ചു, ബാങ്ക് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തു എന്ന് വെക്കുക. ഇഖാമത്ത് വിളിക്കുന്നത് വരെ ഒരു സമയമുണ്ട് കുറച്ച്. ആ സമയം ഇപ്പോൾ പള്ളിയിൽ എത്തിയാൽ തന്നെ ഇനി ഇഖാമത്ത് വിളിച്ച് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പും ഇവന് നിസ്കാരത്തിലായ പ്രതിഫലമാണ് കിട്ടുക. അപ്പോൾ ഒരു 20 മിനിറ്റ് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. കാരണം ഓൻ എന്തിനാപ്പോൾ അവിടെ നിൽക്കണത്? ഓനക്ക് അവിടെ നിസ്കരിച്ച് പോകായിരുന്നു, വേറെ തിരക്കുണ്ട്. എന്തിനാണ് നിൽക്കുന്നത്? ജമാഅത്തായ നിസ്കാരം നിർവഹിക്കണമെന്ന് പ്രതീക്ഷിച്ച് കൂലി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുക. തീർന്നോ? അത് മാത്രമാണോ? വൽ മലായികത്തു, മലക്കുകൾ, യുസല്ലൂന, മലക്കുകൾ പൊറുക്കലിനെ തേടുന്നു. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. അലാഹദിക്കും, നിങ്ങളിൽ നിന്നും ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, പൊറുക്കലിനെ തേടുന്നു. മാദാമ ഫീ മജ്ലിസിഹില്ലദീ സ്വല്ലാ ഫീഹി, മാദാമ, അവൻ ആവുന്ന കാലത്തോളം, ഫീ മജ്ലിസിഹി, അവൻ ഇരുന്ന സ്ഥലത്ത്,
അല്ലദീ സ്വല്ലാ ഫീഹി, അവൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് എത്ര സമയം അവൻ ഇരിക്കുന്നുവോ ആ സമയങ്ങളിലെല്ലാം മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിസ്കാരത്തിലായി. നിസ്കാരം കഴിഞ്ഞ് അവിടെ എത്ര സമയം അവിടെ ചെലവഴിക്കുന്നുവോ ആ സമയത്തെല്ലാം മലക്കുകൾ ഇവനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ മലക്കുകൾ പറയണേ? നിങ്ങൾ നോക്കി. യഖൂലൂൻ, ആ മലക്കുകൾ സംസാരിക്കുന്നു, പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ റഹംഹു, പടച്ചോനെ ഇവന് നീ കാരുണ്യം ചെയ്യേ, ഇവനു നീ കരുണ ചെയ്യേ. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകൾ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന മലക്കുകളാണ്. മഅസൂമീങ്ങളായ മഹ്ഫൂദീങ്ങളായ മലക്കുകളാണ്. ഒരു തെറ്റും സംഭവിക്കാത്ത മലക്കുകളാണ്. അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അല്ലാഹുമ്മ ഗഫിർ ലഹു, കണ്ടോ? അല്ലാഹുവേ നീ ഇവന് പുറത്തു കൊടുക്ക്. അല്ലാഹുമ്മ തുബ് അലൈഹി, പടച്ചോനെ ഇവന്റെ തൗബ നീ സ്വീകരിക്ക്. എത്ര സമയം പ്രാർത്ഥിക്കുന്നറിയോ? മാലം യുഅ്ദി, അവൻ പ്രയാസപ്പെടുത്താത്ത കാലത്തോളം. ഫീഹി, ആ സ്ഥലത്ത് ഇരുന്നിട്ട്. തിരിഞ്ഞു അപ്പുറത്ത് ഒരാൾ വന്ന്, അപ്പോൾ ഓനെ ഒന്ന് തള്ളി. അല്ലെങ്കിൽ ഇജ്ജൊക്കെ പള്ളിയിൽ വരാനായോ എന്ന് ചോദിച്ചു. കഴിഞ്ഞു. മലക്കുകൾ പ്രാർത്ഥന നിർത്തി. അപ്പോൾ അവൻ ആ സ്ഥലത്തിരുന്ന് മറ്റൊരുത്തന് പ്രയാസമുണ്ടാക്കാത്ത കാലത്തോളം, മാലം യുഹദിസ് ഫീഹി, അവന് അശുദ്ധി ഉണ്ടാകാത്ത കാലത്തോളം, ഉദു മുറിയുന്നത് വരെ. ഉദു മുറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഉദു എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? തുടരുക. അപ്പോൾ അതിനെ ഒരു പവർ വേറെ കിട്ടും. അപ്പോൾ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു ഗീബത്തണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ മലക്കുകൾ നിർത്തി, പ്രാർത്ഥന നിർത്തി. നിസ്കാരം കഴിഞ്ഞ് അല്പസമയം, എത്ര സമയമാണോ നമ്മൾ അവിടെ ഇരിക്കുന്നത് ആ സമയത്തെല്ലാം മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടാക്കുക. അത് അദൻ പ്രയാസമുണ്ട്. അദൻ അത് ഒരു ഇതാണ്, മസ്തറാണ്. ഇത് ആദാ എന്നാ വരിക. ആദാ യൂതി, യുക്തി, ആദാ യൂതി എന്ന് വരിക. അപ്പൊ യുക്തി അത് അതിൻ്റെ അവസാനത്തെ ലെറ്റർ കളഞ്ഞതാണ്. അവസാനം ഒരു യാ ഉണ്ടാവും, അത് ജസ്മ് ചെയ്യുന്ന ലമ്മ് വന്നപ്പോൾ കളഞ്ഞതാണ്. യുക്തിന്നുണ്ടാവും, അത് കളഞ്ഞു പോയത്. തുബ് എന്നുള്ളത് അമ്രാണ്. യതൂബു അതിൻ്റെ അമ്രാണ് തുബ്, തൗബ സ്വീകരിക്കുക. ഇതൊക്കെ അമ്ര. ഇർഹംഹു, പടച്ചോനെ നീ കാരുണ്യം ചെയ്യേ, പുറത്തു കൊടുക്ക്, ഇവൻ ചെയ്യുന്ന തൗബ സ്വീകരിക്കുക. വഹാദാ ലഫ്ളു മുസ്ലിം, ഇത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ലഫ്ളാണ്. മുത്തഫഖുൻ അലൈഹി ആണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇവിടെ കൊണ്ടുവന്ന ലഫ്ള് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെയാണ്. ഇതേ ലഫ്ള് ആയിക്കൊള്ളണം എന്നില്ല ബുഖാരിയിൽ, പക്ഷേ ഇതേ ഹദീസ് വന്നിട്ടുണ്ട്, ഇതേ ആശയം. ഓക്കെ, നോക്കല്ലേ. വഅൻ അബിൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നബി തങ്ങളുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അബ്ദുള്ള ആണ്. ആ അബ്ദുള്ള എന്നവർ ഉപ്പാൻ്റെ പേരാണ് മകനിട്ടിരിക്കുന്നത്, അബ്ബാസ്. പേരക്കുട്ടി മകന്
വാപ്പാൻ്റെ പേര് വെക്കാം. റളിയല്ലാഹു അൻഹു. 4 അബ്ദുള്ളമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഇത് തന്നെ നബി തങ്ങൾ ഫീമ ഒന്നിൽ, യർവി നബി തങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു, അൻ റബ്ബിഹി റബ്ബിൽ നിന്ന്. അപ്പൊ ഇത് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞാൽ അത് ഖുദ്സിയായ ഹദീസാണ്. ഖുർആന് അള്ളാഹുവിൻ്റെ കലാമാണ്. അതല്ലാത്ത അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസിൻ്റെ പേര് ഖുദ്സിയായ ഹദീസ്. അപ്പം ഇനി പറയാൻ പോകുന്ന ഹദീസ് ഖുദ്സിയാണ്. അസ്സ വജല്ല ഖാൽ, ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു, കതബ അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു, നിർണയിച്ചിരിക്കുന്നു, അൽ ഹസനാത്തി നന്മകളെയും, വസയ്യിആത്തി തിന്മകളെയും, സകല നന്മകളെയും സകല തിന്മകളെയും അള്ളാഹു നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ ഹസനാത്തി അവിടെ കതബ എന്നുള്ളതിൻ്റെ മഫ്ഊലാണ് ഹസനാത്തി എന്നുള്ളത്. അവിടെ കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. മഫ്ഊലിന് നസ്ബാണല്ലോ, പക്ഷെ അത് ജംഉ മുഅന്നസ് ആയതുകൊണ്ട് കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. ഹസനാത്തി വസയ്യിആത്തി. എന്നിട്ട് സുമ്മ ബയ്യന ദാലിക, പിന്നീട് അള്ളാഹു അതിനെ വിശദീകരിക്കുകയും ചെയ്തു. എങ്ങനെയൊക്കെയാണ് നന്മകൾ, എങ്ങനെയൊക്കെയാണ് തിന്മകൾ എന്ന് തിട്ടപ്പെടുത്തി അതെങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നൊക്കെ വിശദീകരിച്ചു തന്നു. എന്നിട്ട് പറയണേ, ഫമൻ അപ്പോൾ ഒരാൾ, ഹമ്മ അവൻ ഉദ്ദേശിച്ചു, ബിഹസനത്തിൻ ഒരു നന്മ പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ അവനത് ചെയ്തില്ല, നമ്മൾ വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശം നൽകുന്ന സമയത്ത് അത് ചെയ്യണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കും. പക്ഷെ എന്തോ ചില കാരണങ്ങളെ കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ കതബഹല്ലാഹു അള്ളാഹു ആ നന്മയെ രേഖപ്പെടുത്തുന്നതാണ്. ചെയ്തില്ലല്ലോ, ആ കതബഹ അതിനെ എന്ന് പറഞ്ഞാൽ ആ ഹസനത്തിനെ രേഖപ്പെടുത്തും. തബാറക തആല അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. ഇൻദഹു അവൻ്റെ അടുക്കൽ, ഹസനത്തൻ കാമിലത്തൻ പൂർണ്ണമായ ഒരു നന്മയായി, ഇവൻ ചെയ്തു എന്ന നിലക്ക് പൂർണ്ണമായ ഒരു നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും. വ ഇൻ ഹമ്മ ബിഹ ഇനി അവൻ അത് ഉദ്ദേശിക്കുകയും ഫഅമിലഹ അത് പ്രവർത്തിക്കുകയും ചെയ്തു. ഉദ്ദേശിക്കുകയും ചെയ്തു, പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ കതബഹല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മയെ രേഖപ്പെടുത്തും. അശ്റ ഹസനാത്തിൻ 10 പുണ്യങ്ങളായി, 10 നന്മകളായി രേഖപ്പെടുത്തും. ഏത് വരെ എന്നറിയാം നിങ്ങൾ? ഇലാ 700 ളുഅ്ഫിൻ 700 ഇരട്ടി വരെ, 700 ഇരട്ടി വരെ ആ നന്മകളെ അള്ളാഹു രേഖപ്പെടുത്തും. 700 ആണോ? ഇല അളുഅഫിൻ കസീറ അല്ല, അതിലും ധാരാളം ഇരട്ടിയോളം അള്ളാഹു രേഖപ്പെടുത്തും. ഇരട്ടി, ഇരട്ടിയായി രേഖപ്പെടുത്തും. ഇനി വഇൻ ഹമ്മ ബിസ്സയ്യിഅത്തിൻ ഒരു സയ്യിഅത്ത് ഒരു തിന്മ കൊണ്ട് ഒരു തിന്മയെ നിർവഹിക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ, ഫലം യഅമൽഹ ആ തിന്മ അവൻ എന്തായില്ല, പ്രവർത്തിച്ചില്ല, പടച്ചോനെ പേടിച്ച് മാറിയിരുന്നു. നോക്കുക. എന്നാൽ
കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമിലതൻ, പൂർണ്ണമായ ഒരു നന്മയായി അള്ളാഹു അതിനെ രേഖപ്പെടുത്തും. വഇൻ ഹമ്മ ബിഹാ, ഇനി അവൻ അതിനെ ഉദ്ദേശിച്ചു, ഫഅമില ഹാ, അതിനെ പ്രവർത്തിക്കുകയും ചെയ്തു, എന്നാൽ കതബഹല്ലാഹു, അള്ളാഹു രേഖപ്പെടുത്തും അതിനെ സയ്യഅതൻ വാഹിദതൻ, ഒരൊറ്റ തിന്മയായി രേഖപ്പെടുത്തും. അള്ളാഹുവിന് നമ്മോടുള്ള കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹ്, ആ ആ ആ അള്ളാഹ് ആ ഭാഗം മാത്രം നോക്കണ്ട, അള്ളാഹു ശിക്ഷ കഠിനമായവനാണ് എന്നുള്ളതുണ്ടല്ലോ. ചിലര് അത് അള്ളാഹിനെ പരീക്ഷിക്കുകയാണ്. വലിയ ഇതായിരിക്കും, വലിയ പ്രശ്നമായിരിക്കും. അപ്പോ ഇതെന്താ വെച്ചാല് ഒരു പ്രതീക്ഷ നൽകുകയാണ്. അപ്പോൾ ഈ അമ്പിയാക്കള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു ദിവസം 70 തവണ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ഒരു തെറ്റും നുബുവത്തിന് മുമ്പോ നുബുവത്തിന് ശേഷമോ വലുതോ ചെറുതോ ആയ ഒരു തെറ്റും സംഭവിക്കാത്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചകർ. എന്തിനേറെ പറയണം, ഖിലാഫുൽ ഔല പോലും സംഭവിക്കൂല. ഖിലാഫുൽ ഔല ഒരു തെറ്റല്ല. അപ്പം അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ചൊല്ലേണ്ടി വരും എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നന്മ പ്രവർത്തിക്കുക, പുണ്യപ്രവർത്തനം ചെയ്യുക, അതിന് അളവറ്റ പ്രോത്സാഹനം നൽകുകയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് തിന്മ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ ഒരു തെറ്റൊരാളിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതകാലം മുഴുവൻ അതിനെ ആലോചിച്ച് ബേജാറാവണ്ട എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്. അഥവാ എന്തെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയാൽ അത് അള്ളാഹു പുറത്തു തരും എന്ന ഒരു ആഗ്രഹം, ഒരു ആശയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാരുണ്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അള്ളാഹു ഇത് പുറത്തു തരും എന്നുള്ള നിലക്ക് ഒന്നുകൂടി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിനെ കൂടുതൽ നിഷേധിക്കുകയാണ്. സാധാരണ ഒരു തെറ്റ് സംഭവിക്കണ പോലെയല്ല അത്. സാധാരണ ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ഉണ്ടാകുന്നത് പോലെയല്ല ഇതൊക്കെ അള്ളാഹു തആല എനിക്ക് പുറത്തു തരും എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ അതൊരു ചോദ്യം ചെയ്യലും കൂടിയും ഒരു പരീക്ഷിക്കലും കൂടിയാണ്. ഇതുപോലെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇഹ്യൻ്റെ ശറഹിൽ കാണാം, ദുആ ചെയ്യുന്നതിൻ്റെ മര്യാദ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാനെ പരീക്ഷിക്കാൻ വേണ്ടി ദ്വാരക്കരുത്. അള്ളാഹ് തരൂലേ നോക്കട്ടെ, ഒന്ന് വേണമെങ്കിൽ ഒന്ന് തന്നോട്ടെ, അങ്ങനെ ദ്വാരക്കരുതെന്ന്. അത് ദ്വാവിൻ്റെ മര്യാദയിൽപ്പെട്ടതല്ല. അപ്പം അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ മനുഷ്യ സഹജമായിട്ട് സംഭവിക്കാം. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നായിട്ടാണ് രേഖപ്പെടുത്തുക. ആ രേഖപ്പെടുത്തുന്ന
അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നല്ല കാര്യമാണ്, നല്ല വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ റഷീദ്ക്കല്ലെന്ന്. ആ റഷീസ്ക, ആ അഫ്സല് നാട്ടിലാണോ? ആ ആ ഓക്കെ. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ പറയുന്നത്. 3 പേര് ഗുഹയിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ഹദീസാണ്. കേട്ടിട്ടില്ലേ? അല്ലല്ല, 3 പേര്. അസ്ഹാബുൽ കഹ്ഫ് അല്ല, ഇത് 3 പേര് കുടുങ്ങിക്ക. പറയാം. വൻ അബി അബ്ദുറഹ്മാനി അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇൻതലക സലാസതു നഫരിൻ, ഒരു 3 സംഘം യാത്ര പോയി. ഒരു 3 സംഘം, 3 പേരുള്ള ഒരു സംഘം യാത്ര പോയി. മിമ്മൻ, ആ ഒരു സംഘം. മിമ്മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നവരിൽ നിന്നും ഒരു 3 പേർ യാത്ര പോയി. ഹത്താ, അങ്ങനെ, ആവാഹും, അവർക്ക് അഭയം നൽകി, അൽ മബീത്തു, രാത്രി താമസം അഭയം നൽകി, ഇലാ ഗാരിൻ, ഒരു ഗുഹയിലേക്ക്. രാത്രി ആയപ്പോൾ രാത്രി അവർക്ക് ഒരു ഗുഹയിലേക്ക് അഭയം നൽകി. രാത്രിയല്ല നൽകുക, ഒരു പ്രയോഗത്തിൽ പറയല്ലോ, രാത്രി നൽകി വന്നാൽ രാത്രി ആയപ്പോൾ അവരൊരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ ഫദഖലൂഹു, അവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. അങ്ങനെ ഫൻഹദറത് സഖറത്തുൻ, ഒരു വലിയ പാറക്കഷ്ണം ഉരുണ്ടുവന്നു. ഫൻഹദറത്, ഉരുണ്ടുവന്നു. മിനൽ ജബലി, പർവ്വതത്തിൽ നിന്നും ഒരു വലിയ പാറക്കഷ്ണം ഉരുണ്ടുവന്നു. എന്നിട്ട് ഫസദ്ദത്ത് അലൈഹിം, അവർക്ക് എതിരെ അടച്ചു കളഞ്ഞു. അൽ ഗാറ, ഗുഹയെ, ആ വലിയ പാറക്കഷ്ണം അടച്ചു കളഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇൻഹദറ, ഉരുണ്ടുവന്നു. ഇൻഹദറത്തു സഖറത്തുൻ മിനൽ ജബലി ഫസദ്ദത്ത്, ആ പാറ അടച്ചു, അലൈഹിം, അവർക്ക് എതിരായി, അൽ ഗാറ, ഗുഹയെ അടച്ചു. ഫഖാലൂ, അവർ സംസാരിച്ചു, അവർ പറയാൻ തുടങ്ങി. ഇന്നഹു, തീർച്ചയായും, കാര്യം, ലായുൻജീക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല, മിൻ ഹാദിഹി സഖ്റത്തി, ഈ വലിയ ഭീമാകാരമായ ഈ പാറക്കഷ്ണത്തിൽ നിന്നും, പാറക്കല്ലിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല, എന്തല്ലാതെ, ഇല്ല അൻ തദ്ഉല്ലാഹ, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യലല്ലാതെ, ബിസാലിഹി അഅ്മാലിക്കും, നിങ്ങളുടെ നന്മകളിൽ നിന്നും, നല്ല പ്രവർത്തനങ്ങൾ മുൻനിർത്തി, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്ത പ്രവർത്തനം മുൻനിർത്തി
അള്ളാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ ഒന്നും നിങ്ങളെ രക്ഷിക്കൂല എന്ന് അവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഖാല റജുലുൻ മിൻഹു, അവരിൽ നിന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു. അങ്ങനെ ഒരിങ്ങനെ ഓരോ സൽക്കർമ്മം മുൻനിർത്തി ദുആ ചെയ്യാൻ നോക്കുകയാണ്. അല്ലാഹുമ്മ, പടച്ചവനെ, കാനലി, എനിക്കുണ്ടായിരുന്നു, അബവാനി, മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ശൈഖാനി, വൃദ്ധരായ, കബീറാനി, വലിയവരായ, ഒരുപാട് പ്രായം ചെന്ന വൃദ്ധരായ മാതാപിതാക്കൾ എനിക്കുണ്ടായിരുന്നു. വകുന്തു, ഞാൻ, ലാ അഗ്ബികു, ഞാൻ ഭക്ഷിപ്പിക്കുകയില്ല, ലാ അഗ്ബികു, ഞാൻ ഭക്ഷിപ്പിക്കുകയില്ല, ഖബ്ലഹുമാ, എൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പ്, അഹ്ലൻ, എൻ്റെ വീട്ടുകാർക്കും കൊടുക്കൂല, വലാ മാലൻ, എൻ്റെ മുതലിനും കൊടുക്കൂല. എൻ്റെ മുതൽ പറഞ്ഞ അടിമകളെ, അടിമയുള്ള ആളാ, അടിമകളൊക്കെ. അപ്പോൾ എൻ്റെ ഭാര്യ മക്കൾ അടങ്ങുന്ന എൻ്റെ കുടുംബത്തിനോ മക്കൾക്കോ എൻ്റെ അടിമകൾക്കോ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കൂല, ഓൾക്ക് കൊടുത്തിട്ടേ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം വിദൂരത്തായി, ബി, എന്നെ വിദൂരത്താക്കി എന്ന് വെച്ചായിട്ടോ, എന്നെ വിദൂരത്താക്കി. നാട്ടോ ഫീല്, ഫ എന്ന് പറഞ്ഞ വേറെ പദമാണ്. റമ എന്നൊക്കെ പറഞ്ഞ പോലെ വിദൂരത്താക്കി, ബി, എന്നെ വിദൂരത്താക്കി, തൊലബുഷജരി, പുല്ല് അന്വേഷിച്ച് ഉള്ള നടത്തം, പുല്ലിനെ അന്വേഷിച്ച് ഉള്ള നടത്തം എന്നെ വിദൂരത്താക്കി. യൗമൻ, അവിടെ ചെടി, ചെറിയ ചെറിയ ചെടികൾ ഉള്ള അർത്ഥം. അപ്പോൾ ഇവർക്ക് വേണ്ടി ഭക്ഷണം വേണ്ടി പോവാണ്. ഭക്ഷണം, മരം എന്നാണ് ശരിക്കും ഷജറിന്റെ അർത്ഥം. ഇവിടെ ഇതിന് നല്ല എന്താണ്, കന്നുകാലികൾ. അല്ല, അത് ഷജറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിനാണ് ഷജറത്ത് എന്ന് പറയുന്നത്. ഷജർ എന്ന് പറഞ്ഞ മരം, അതൊരു മൊത്തം എല്ലാത്തിനും പറയാം. അതിന് ഒറ്റൊന്ന് പറയുമ്പോൾ ഷജറത്ത് പറയും. യൗമൻ, അങ്ങനെ, ഫലം ഉരിഹ്, ഫലം ഉരിഹ് അലൈഹിമാ, ഞാൻ അവരുടെ അടുക്കലേക്ക് തിരിച്ചു വന്നില്ല. ഫലം ഉരിഹ്, ഞാൻ മടങ്ങി വന്നില്ല, ഞാൻ തിരിച്ചെത്തിയില്ല. അലൈഹിമ, എൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ. ഹത്താനാമാ, അവർ ഉറങ്ങുന്നത് വരെ. അപ്പോൾ ഉറങ്ങിപ്പോയി. ഞാൻ വന്നപ്പോഴേക്കിനും എൻ്റെ ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയി, പാവം. അങ്ങനെ ഫഹലബ്തു ലഹുമാ, ഞാൻ അവർക്ക് വേണ്ടി കറന്നെടുത്തു. ഗബൂഖഹുമാ, അവരുടെ രണ്ടുപേരുടെയും പാത്രത്തിൽ, അതായത് ഞാൻ അവരുടെ രണ്ടുപേരുടെയും ഭക്ഷണത്തിൽ, ഭക്ഷണം നിറച്ച പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് കറന്നെടുത്തു. അങ്ങനെ ഫവജത്തുഹുമാ, ഞാൻ കറന്ന്, പാലൊക്കെ കറന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വന്നപ്പോൾ ഞാൻ അവരെ രണ്ടുപേരെയും എത്തിച്ചു. നാഇമൈനി, രണ്ടുപേരും ഉറങ്ങുന്നതായിട്ട്. ഞാൻ ഭക്ഷണമൊക്കെ തയ്യാറാക്കി പാലൊക്കെ കറന്ന് പാത്രത്തിലൊക്കെ ആക്കി ഉമ്മാക്കുപ്പാക്കും കുടിപ്പിക്കാൻ അങ്ങനെ വന്ന സമയത്ത് പഠിച്ചോനെ, അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട്. ഫകരിഹ്തു, ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അനൂഖിളഹുമാ, അവരെ രണ്ടുപേരെയും ഉണർത്താൻ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ വ അൻ അഗ്ബിഖ ഖബ്ലഹുമാ, അവർക്ക് രണ്ടുപേർക്കും മുൻപ് ഭക്ഷിപ്പിക്കാനും ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അഹ്ലൻ,
എൻ്റെ കുടുംബത്തിനെയോ ഔമാലൻ എൻ്റെ അടിമകളെയോ. ഉറങ്ങിപ്പോയി, അതിനു മുമ്പ് ഭക്ഷണം കൊടുക്കാൻ, ഭക്ഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫലബിത്തു, ഞാൻ വെയിറ്റ് ചെയ്തു, കാത്തുനിന്നു. വൽ ഖദഹു അലാ യദി, പാത്രം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ കാത്തുനിന്നു. അന്തളിറുസ്തീഖാലഹുമാ, അവർ രണ്ടുപേരും ഉണരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട്. അന്തളിറു, പ്രതീക്ഷിച്ചുകൊണ്ട്. ഞാൻ എന്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്? ഇസ്തീഖാലഹുമാ, അവർ രണ്ടുപേരും ഉണരുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ ഹത്താ ബറക്കൽ ഫജ്റു, പ്രഭാതം പൊട്ടിവിടർന്നു, നേരം വെളുത്തു. വസ്വിബിയത്തു, കുട്ടികൾ, ചെറിയ കുട്ടികൾ, യതലാഗൗന, അവർ വിശന്നു കരയുന്നുണ്ടായിരുന്നു. ഇന്ദ കദമീ, എൻ്റെ കാൽച്ചുവട്ടിൽ വിശന്ന് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഉമ്മയും ഉപ്പയും ഉണരുന്നത് വരെ ഞാൻ കാത്തുനിന്നു. അങ്ങനെ ഫസ്തൈഖളാ, അവർ രണ്ടുപേരും ഉണർന്നു. ഫശരിബ, അവർ രണ്ടുപേരും കുടിച്ചു. റബൂഖഹുമാ, അവർ രണ്ടുപേരുടെയും പാത്രത്തിൽ നിന്നും അവർ രണ്ടുപേരും കുടിച്ചു. അവർ രണ്ടുപേരുടെയും തളികയിൽ നിന്ന് അവർ കുടിച്ചു. അപ്പോൾ ഇതാണ് ഇദ്ദേഹം ചെയ്ത സൽക്കർമ്മം. അള്ളാഹുവിന് എത്രത്തോളം ഇഷ്ടമുണ്ട് ആ സൽക്കർമ്മം എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലായിക്കൂടെ? അള്ളാഹുമ്മ, പടച്ചോനെ, ഇൻ കുന്തു, ഞാൻ ആയിരുന്നുവെങ്കിൽ, ഫഅൽതു ദാലിക, അതിനെ ഞാൻ പ്രവർത്തിച്ചിരുന്നത്, ഇബ്തിഗാഅ വജ്ഹിക, നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരുന്നുവെങ്കിൽ, ആ നിലക്കാണ് നീ കബൂൽ ചെയ്യുന്നത് എങ്കിൽ, ഫഫർരിജ് അന്നാ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്ത്. മാ നഹ്നു ഫീഹി, ഞങ്ങളിപ്പോൾ അകപ്പെട്ടതിൽ നിന്നും രക്ഷിക്ക്. മിൻ ഹാദിഹി സഖ്റത്തി, ഈ പെരുങ്കല്ലിൽ നിന്ന്, ഈ കരിങ്കല്ലിൽ നിന്നും ഞങ്ങളെ രക്ഷിക്ക് റബ്ബേ എന്ന് പറഞ്ഞൊരൊറ്റ പ്രാർത്ഥന. ഫംഫറജത് ഷൈഅൻ, കല്ല് അല്പം അനങ്ങി, കല്ല് അല്പം വിട്ടുനിന്നു. പക്ഷെ ലാ യസ്തത്തിഊനൽ ഖുറൂജ മിൻ, അതിലൂടെ അവർക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. കുറച്ചകന്നു. കല്ല് കുറച്ചകന്നു. അപ്പൊ ഉമ്മ ഉപ്പാന്റെ ആ ഒരു വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു ചരിത്രം പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഉമ്മ വെള്ളം ചോദിച്ചപ്പോ ഓർമ്മല്ല? വെള്ളം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് രണ്ട് കണ്ണിനും കാഴ്ച ഉണ്ടായിരുന്നില്ല. രണ്ട് കണ്ണിനും കാഴ്ചയില്ല. എങ്ങനെ കാഴ്ച കിട്ടിയത്? എങ്ങനെ കാഴ്ച കിട്ടി? ഉമ്മതുമായിരുന്നു. അപ്പൊ നമ്മളെ എല്ലാരും ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? എൻ്റെ വാപ്പ മരിച്ച ആണ്ടിന്റെ സമയമാണ് റജബ് 8. അപ്പോൾ ഉമ്മ ഉണ്ട്. അല്ലാഹു നമ്മുടെ ഉമ്മാക്കും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ ഉമ്മ ദ്വാരന്നിട്ട് എന്ത് ചെയ്തു അറിയോ? കണ്ണിന് കാഴ്ച കിട്ടിയെന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പരിചയമല്ലാത്ത മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ആരാണ്? ഉമ്മാന്റെ പവർ അത്രയും വലുതാണ്. അല്ലാഹ്. ഖാലൽ ആഖർ, മറ്റൊരാൾ പറഞ്ഞു, ഒന്നാമത്തെ ആളപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ,
ഇന്നഹു തീർച്ചയായിട്ടും കാര്യം കാനത്തിലെ എനിക്കുണ്ടായിരുന്നു ഇബ്നത്തു അമ്മിൻ എളാപ്പയുടെ മകളുണ്ടായിരുന്നു. എൻ്റെ ഉപ്പയുടെ സഹോദരന് ഒരു മകളുണ്ടായിരുന്നു. കാനത്ത് അഹബ്ബന്നാസി ഇലയ്യ, കാനത്ത് ആ പെണ്ണായിരുന്നു അഹബ്ബന്നാസി ഇലയ്യ എനിക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു. വകുന്തു ഉഹിബ്ബുഹാ ഞാൻ അവളെ പ്രണയിച്ചിരുന്നു. കഅശദ്ദി മാ യുഹിബ്ബുർ റിജാലു നിസാഅ ലോകത്തുള്ള സർവ്വ പുരുഷന്മാരും സർവ്വ പെണ്ണുങ്ങളെയും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ശക്തമായി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഫഅറത്തുഹാ അലാ നഫ്സിഹാ ഞാൻ അവളെ ശാരീരികമായി ബന്ധപ്പെടാൻ ഇഷ്ടപ്പെട്ടിരുന്നു, ആഗ്രഹിച്ചു. ഫഅറത്തു ഞാൻ അവളെ അറത്തുഹാ അവളെ ഞാൻ ആഗ്രഹിച്ചു, അലാ നഫ്സിഹാ ശാരീരികമായി ബന്ധപ്പെടാൻ. അങ്ങനെ ഫംതനഅത് മിന്നി അവൾ അതിൽ നിന്നും തടസ്സം നിന്നു, അവൾ സമ്മതിച്ചില്ല. ഹത്താ അങ്ങനെ അലമ്മത്ത് ബിഹാ സനത്തുൻ അവൾക്ക് എത്തി സനത്തുൻ ഒരു ക്ഷാമകാലം മിനസ്സിനീൻ ക്ഷാമകാലങ്ങളിൽ നിന്നും ഒന്ന് അവൾക്ക് എത്തി, കുറച്ച് പ്രയാസെത്തി. അതൊരു പ്രയാസം എത്തി എന്നാണ് അവിടെ രണ്ടർത്ഥമുണ്ട്, അങ്ങനെ അർത്ഥം വരും. ഈ നമ്മുടെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അങ്ങനെ എന്തായിട്ടുണ്ട് ആ വിഷയം പറയുന്നത്. ആ ആയത്തിൻ്റെ അവിടെയും ഈ സനത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ഷാമം വരുന്നുണ്ട്. അപ്പൊ പ്രയാസത്തി എന്നർത്ഥം. അവിടെ സനത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് പ്രതിസന്ധി, ഒരടങ്ങേറ് ഒരു കൊല്ലത്തെത്തി. അങ്ങനെ ഫജാഅത്നി ആ പെണ്ണ് എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ അടുത്ത് വന്നു. ഫഅഅതൈതുഹ അപ്പം ഞാൻ ആ പെണ്ണിന് കൊടുത്തു. 20 വമിഅത്ത ദീനാരി 120 ദീനാർ കൊടുത്തു. എന്താ കണ്ടീഷൻ വെച്ച്? അലാ അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിഹാ അവളും ഞാനും, അവളും അവളുടെ ശരീരവും ഞാനും തമ്മിൽ എന്ത് ചെയ്യണം? ഒറ്റക്ക് ആവണം എന്ന കണ്ടീഷൻ പ്രകാരം. അതായത് വിധേയമാക്കി തരണം എന്നർത്ഥം. എനിക്ക് ഒഴിവാക്കി തരണം, കാലിയാക്കി തരണം, വേറെ ഒന്നും എന്ത് ചെയ്യരുത്, വേറെ ചിന്തയൊന്നും ഇല്ലാതെ എനിക്ക് വിധേയപ്പെടണം. അലാൻ തുഹല്ലിയ അവൾ വിധേയപ്പെടണം, കാലിയാക്കി തരണം ബൈനി എനിക്കും ബൈൻ നഫ്സി അവളുടെ ശരീരത്തിനും. അപ്പം ഞാൻ ആരും ഇല്ലാത്ത രൂപത്തിൽ ഒരു സൗകര്യം ചെയ്തു തരണം എന്ന കണ്ടീഷൻ പ്രകാരം. അപ്പോൾ ഫഅലത്ത് അവൾ അതേ രൂപം ചെയ്തു, അതിന് സമ്മതിച്ചു. അങ്ങനെ ഫലമ്മാ കഅത്തു ബൈന റിജ്ലൈഹാ ഞാൻ അവളുമായി ബന്ധപ്പെടാൻ അടുത്തപ്പോൾ, അവളുടെ കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നപ്പോൾ, ബന്ധപ്പെടാൻ അടുത്തപ്പോൾ, കാലത്ത് അവൾ പറഞ്ഞു, ആ സമയത്ത് പറഞ്ഞു, ഒരാളും അവിടെ കാണാനോ കേൾക്കാനോ അറിയാനോ അല്ല. അപ്പൊ പെണ്ണ് പറഞ്ഞേ, ഇത്തക്കില്ല, നീ അള്ളാനെ പേടിച്ചോ എന്ന് പറഞ്ഞു. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വല തഫുല്ലൽ ഖാത്തമ ഇല്ലാ ബിഹഖ്ഹി അനർഹമായി നീ സീല് പൊട്ടിക്കരുത്, എന്നാൽ അനർഹമായി വ്യഭിചരിക്കരുത്. എൻ്റെ ചാരിത്രശുദ്ധി നീ, കന്യകാത്വം നീ നഷ്ടപ്പെടുത്തരുത്. അർഹതയില്ലാതെ ഹറാമാണല്ലോ ഈ പണി.
അങ്ങനെ ഫൻസറഫ്തു, ഞാൻ പിന്മാറി, അൻഹ, അവളെ തൊട്ട് പിന്മാറി. വഹിയ അഹബ്ബുന്നാസി ഇലയ്യ, ഏതവസ്ഥയിൽ, എനിക്കാണെങ്കിലും അവളെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ ജനങ്ങളിൽ വെച്ച്. വതറക്തു ദഹബ അല്ലദി അഅതൈതുഹ, വതറക്തു, ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു, അദ്ദഹബ അല്ലദി അഅതൈതുഹ, ഞാൻ അവൾക്ക് കൊടുത്ത സ്വർണം. 120 ദീനാർ കൊടുത്തല്ലോ. ദീനാർ സ്വർണ്ണാണ്, ദിർഹം വെള്ളിയാണ്. 120 ദീനാർ ഞാൻ കൊടുത്ത, ദീനാറിന് അത് തരണ്ട എനിക്ക്, പൈക്കോ എന്ന് പറഞ്ഞു. ഇനിയാണ് ദുആ. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബിത്തിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞാൻ അത് നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉള്ള പ്രശ്നത്തിൽ ഞങ്ങളെ നീ രക്ഷിക്ക് റബ്ബേ, പടച്ചോനേ എന്ന് പറഞ്ഞു. അപ്പൊ ഫഫ്റുജ് തന്നെ ഫരീജ് എന്നുള്ളതിൻ്റെ മറ്റൊരു പദം. ഫഫ്റുജ്, ഫരീജ് എന്ന് പറഞ്ഞാലും അതേ ലഫ്ള് തന്നെയാണ്, ആ ലെറ്റേഴ്സ് തന്നെയാണ്. മറ്റേത് ഫറജ യുഫരിജു, തഫ്രീജ് ഫരീജ് എന്നാണ്. ഇത് ഫറജ യഫ്റുജു, ഉഫ്റുജ്, ഫഫ്റുജ് അമ്രാണ്, രണ്ടും അമ്രാണ്. നീ തുറവടിപ്പാട് നൽകണം എന്ന് പറഞ്ഞാൽ കഴിച്ചിലാക്കി തരണം. മാ നഹ്നു ഫീ, ഞങ്ങളുള്ളത്. അങ്ങനെ ഫംഫറജത്തി സ്വഹ്റ, പാറക്കല്ല് അകന്നു, അല്പം കൂടി അകന്നു. വൈറ, എങ്കിലും അന്നഹും ലവർ ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹ, അവർക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിച്ചില്ല. ക്ലിയർ അല്ലേ? ഇനി വഖാല സാലിസ്, മൂന്നാമത്തെ വ്യക്തി പറയുകയാണ്, അല്ലാഹുമ്മ, പടച്ചോനെ, ഇന്നി, ഞാൻ, ഇസ്തഅ്ജർതു, ഞാൻ കൂലിക്കെടുത്തു, ഉജറാ, കുറെ കൂലിക്കാരെ, കുറെ പണിക്കാരെ ഞാൻ കൂലിക്കെടുത്തു. വഅഅതൈതുഹും, ഞാൻ അവർക്ക് നൽകി, അജ്റഹും, അവരുടെ കൂലിയെ നൽകി. എല്ലാവർക്കും കൂലി കൊടുത്തു, പണിക്ക് വിളിച്ചു കുറെ ആളുകളെ, പണിക്ക് അവർക്ക് കൂലിയും കൊടുത്തു. ഗൈറ റജുലിൻ വാഹിദ്, ഒരൊറ്റ ആൾക്കൊഴികെ. തറക്കല്ലദീ ലഹു, ആ വ്യക്തി അദ്ദേഹത്തിന്റെ കൂലി ഉപേക്ഷിച്ചു പോയി. വദഹബ, പോയി. തറക്ക, അദ്ദേഹം തെർക്ക് ചെയ്ത് ഉപേക്ഷിച്ചു. അല്ലദീ ലഹു, അദ്ദേഹത്തിനുള്ളതിനെ. വദഹബ, അദ്ദേഹം പോവുകയും ചെയ്തു. അങ്ങനെ ഫസമ്മർതു അജ്റഹു, അദ്ദേഹത്തിന്റെ കൂലിയെ ഞാൻ വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൂലിയെ വർദ്ധിപ്പിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂലി കൊണ്ട് ഞാൻ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആ കൂലിന് ലാഭം കിട്ടി, അങ്ങനെ അത് വർദ്ധിച്ചു. ഹത്താ കസുറത്തു മിൻഹുൽ അംവാൽ, ആ കൂലിയിൽ നിന്നും ഒരുപാട് സമ്പത്ത് വർദ്ധിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഫജാഅനി, ആ വ്യക്തി എൻ്റെ അടുക്കൽ വന്നു. ബഅദ ഹീനിൻ, കുറച്ചു സമയങ്ങൾക്ക് ശേഷം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു, കൊല്ലങ്ങൾക്ക് ശേഷം. ഫഖാൽ, അദ്ദേഹം ചോദിച്ചു, യാ അബ്ദല്ലാഹ് അദ്ദി ഇലയ്യ അജ്രി, എൻ്റെ കൂലിയെ നീ എന്നിലേക്ക് കൊണ്ട. ഞാൻ അന്ന് പണിക്ക് വന്നു, അന്ന് കൂലി വാങ്ങാതെ പോയി, പക്ഷെ ആ കൂലി ഇങ്ങോട്ട് കൊണ്ടാന്ന്. പടച്ചോനെ, ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞേ, കുല്ലുമാ തറ, നീ കാണുന്നത് മുഴുവൻ, മിൻ അജ്രിക്ക, നിന്റെ കൂലിയിൽപ്പെട്ടതാണ്. ഇപ്പൊ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എൻ്റെ കൂലിയാണ്, എനിക്കുള്ള കൂലിയാണ്. എന്തൊക്കെയാണത്? മിനൽ ഇബിലി, ഒട്ടകം, വൽ ബഖരി, മാട്, വൽ ഗനമി, ആട്,
റഖീഖ് അടിമകൾ, ഈ കാണുന്ന അടിമകളും ആടും മാടും ഒട്ടകമൊക്കെ നിൻ്റെതാണ്. ഫഖാല, അപ്പം അദ്ദേഹം ചോദിച്ച്, യാ അബ്ദല്ലാ ലാ തസ്തഅ്സി ബി, എന്നെ കളിയാക്കരുത് കേട്ടോ, എന്നെ പറ്റിച്ചരുത്, എന്നെ പരിഹസിക്കരുത്. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞ്, ലാ അസ്തഹ്സി ബിക, ഞാൻ നിന്നെ പറ്റിക്കുകയല്ല, കളിയാക്കുകയല്ല, ഇതൊക്കെ എൻ്റെ തന്നെയാണ്, കൊണ്ടുപോയിക്കോ. ഫഅഖദ, അദ്ദേഹം എടുത്തു, സ്വീകരിച്ചു, ഹു, ആ കൂലിയെ, കുല്ലഹു, മുഴുവൻ, ഫസ്താഖ, അദ്ദേഹം കൊണ്ടുപോയി, ഹു, ആ സാധനത്തിനെ മുഴുവൻ, ഫലം യത്റുക് മിൻഹു ശൈഅൻ, ഒന്നിനെയും ബാക്കിയാക്കിയില്ല, എല്ലാം കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ പറയാമായിരുന്നു, എനക്കന്ന് കൂലി ഇത്രയല്ലേ, ഞാൻ ആ കൂലി പിടിച്ചോന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പക്ഷെ നേരെ തിരിച്ച് ചെയ്തു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി. ദുആ, മുൻനിർത്തിയുള്ള കണ്ണ് നിറച്ചുള്ള ദുആ. കുറച്ചോനെ, നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ആണ് ഞാൻ ഇതു നൽകിയിട്ടുള്ളത്, കൈച്ചിലാക്കി തരണം. ഫംഫറജത്തി സ്വഖ്റ, പാറ മുഴുവനായി നീങ്ങി, വിട്ടുനിന്നു. ഫഖറജൂ യംശൂൻ, ഫഖറജൂ, അവർ പുറപ്പെട്ടു, യംശൂൻ, നടന്നു പുറത്തുപോയി. മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി. ക്ലിയർ അല്ലേ? അപ്പോൾ 3 പേർ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഓർത്തെടുത്ത്, ഇഖ്ലാസുള്ള ആ സന്ദർഭം ഓർത്തെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കും എത്ര പറയാനുണ്ടാവും അള്ളാഹിനോട്? നമ്മളൊരു യാത്ര പോണ സമയത്ത് ഒരു സ്ഥലത്ത് കുടുങ്ങിന്ന് വെക്കുക, നമുക്ക് എന്തുണ്ട് പറയാൻ? ആലോചിക്കാം അല്ലേ? അങ്ങനല്ല വരിക, അതിനേക്കാളും കൂടുതൽ ചെയ്യായിരുന്നല്ലോ എന്നല്ല വരിക. ഉദാഹരണം പറയാം, എന്താണ് ഞാനൊരു 100 സ്വലാത്ത് ചൊല്ലിന്ന് വെക്കുക, ഞാൻ അല്ല അത് പാടില്ല, അത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നും ഓർക്കാൻ പാടില്ല. ഞാൻ ഉഷാറായി പോയി എന്ന രൂപത്തിലാണെങ്കിൽ ഒന്നും പറ്റില്ല, അത് വേറെയാണ്. അതിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ അതെന്ത് ചെയ്യുന്നറിയോ, അത് റിയായിലേക്കൊക്കെ എത്തിക്കും. ആളുകൾ കാണട്ടെ, അതെ അതെ, അങ്ങനെ ഇതല്ല. ഇത് ഇഖ്ലാസ്. നമ്മൾ തവസ്സുൽ ചെയ്യാമല്ലോ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്ത് ചെയ്യാം, കഴിഞ്ഞോ, മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ആ യെസ് യെസ്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, അമലുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യാം. ശരീരങ്ങളെ കൊണ്ടും തവസ്സുൽ ചെയ്യാം, അമലുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. നമുക്കൊരു പാഠമല്ലേ ഇതിപ്പോൾ. നബി തങ്ങൾ പറഞ്ഞത് എന്തിനാ? ഇഖ്ലാസോടുകൂടെ നമ്മുടെ പ്രവർത്തനം ചെയ്യണം എന്നാണ്. നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ആലോചിക്കരുത്, നാളെ ഞാനൊരു സ്ഥലത്ത് കുടുങ്ങും, അപ്പോൾ നാളത്തേക്ക് വേണ്ടി ഇന്ന് ഇഖ്ലാസോടുകൂടെ ഒരു കർമ്മം ചെയ്യണം എന്ന് ഉദ്ദേശിച്ച വേണ്ടിയിട്ടല്ലത് ഈ പറയണേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം എന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമാണ്
ഈ കാര്യങ്ങൾ ചെയ്യുക. അതെ, കിട്ടും. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമിച്ചുകൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുകയും കൂലി കിട്ടും. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ പാഠം കഴിയാണ്. ഇഖ്ലാസ് കഴിഞ്ഞ് തൗബയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇഖ്ലാസ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് ഉണ്ടാവണം, ആത്മാർത്ഥത ഉണ്ടാവണം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇഖ്ലാസ് ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ഭാര്യ, സന്താനങ്ങൾ, അയൽവാസികൾ, കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറുകളും നൽകട്ടെ, സന്തോഷം നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത ദിവസം തൗബയാണ്. പിന്നെ പറയാം. എല്ലാവരും ദ്വാരക്കുക. റജബ് മാസം പ്രധാനപ്പെട്ട മാസമാണ്. റജബുൻ ഷഹറുല്ലാഹ്, ശഅബാനു ഷഹരി, റമദാനു ഷഹ്റു ഉമ്മത്തി. പറയാം ഇൻഷാ അല്ലാഹ്. തഫ്സീറിൽ വരും, നോക്കാം, പറയാം, നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ജിന്നുകളിപ്പം ഏറ്റവും ചുരുങ്ങിയത് എന്നെ പോലെ ഒരു ജിന്നുണ്ടാവും, ഈ ചോദിക്കണ ആളുകളെ പോലെ ജിന്നുണ്ടാവും. മുഅ്മിനീങ്ങളായ ജിന്നുകളുണ്ട്, കാഫിറുകളായ ജിന്നുകളുണ്ട്, നിരീശ്വരവാദികളായ ജിന്നുകളുണ്ട്. നമ്മൾ മനുഷ്യന്മാർ ഏതെല്ലാം രൂപത്തിലുള്ളവരുണ്ടോ അതേ രൂപത്തിലൊക്കെ ജിന്നുകളുണ്ട്. അതാണ് ചുരുക്കം. ബാക്കി പിന്നെ പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.